ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. ഇന്ന് എൻ്റെ ദിവസം ഭയങ്കര വിഷമമുള്ള ദിവസമാണ്. എങ്കിൽ പോലും ഞാൻ യൂട്യൂബ് ചാനൽ മറുനാടൻ സാജൻ സാറ്, പിന്നെ ഒരുപാട് ചാനലുകളിലൊക്കെ ഈ ചാണ്ടി ഉമ്മനെക്കുറിച്ച് കുറച്ച് ഇത് കേട്ടു. ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ മക്കളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം കരുണാകരൻ്റെ മകൾ പത്മജ, ആൻ്റണീൻ്റെ മകൻ അനിൽ ആൻ്റണി, നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന കോൺഗ്രസ്സിലെ നേതാക്കന്മാരുടെ മക്കളെല്ലാവരും ഈ നന്ദി കെട്ട മക്കളാണ് എന്ന് ഇപ്പോൾ ചാണ്ടി ഉമ്മനും കൂടിയിട്ട് തെളിയിച്ചു അതിന്. അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ സോളാർ കേസിലെ സരിതയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളായി. ഒരുപാട് ചാണ്ടി സാറും ഉമ്മൻചാണ്ടി സാറും അവരുടെ കൂടെ നിന്ന എല്ലാ പ്രവർത്തകർക്കും ഒരുപാട് വിഷമിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടി സാർ അങ്ങനെ ചെയ്യുമോ എന്ന്. ഞാനൊരു കോൺഗ്രസ് ഭക്ത എന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വരുന്നത്, ഈ മരിച്ചുപോയി വയസ്സായ ആൻ്റണിൻ്റെയും മരിച്ചുപോയ കരുണാകരൻ്റെയും മരിച്ചുപോയ നമ്മളുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെയും മക്കൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അത് വലിയ വിഷമിക്കാനൊന്നുമില്ല. കാരണം ഇന്നത്തെ കാലത്തെ മക്കൾ എന്ന് പറയുന്നത് അവരുടെ അച്ഛന്മാരിൻ്റെ ഇത് നിലനിർത്തി കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന മക്കളെ അല്ല. അവർക്ക് അവരുടെ നിലനിൽപ്പ് വേണം. അതിനാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തുറമുഖം ഉദ്ഘാടനത്തിനും അതിനു മുമ്പ് ഏതാണ്ട് വന്നതിനൊക്കെ ഈ പിണറായി വിജയനും അവരുടെ പാർട്ടിക്കാരും കൂടിയിട്ടാണ് ചെയ്ത് എന്ന് പറഞ്ഞ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് തറക്കല്ല് മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ എന്ന് ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു വീടുണ്ടാക്കുമ്പോൾ ആ വീട്ടിന് ഒരു കല്ലല്ലേ തറക്കല്ല് ഇടണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വീട് ഉണ്ടാക്കിയ ആളിനെ അയാൾ അത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ചാണ്ടി ഉമ്മൻ ഒരു കാര്യം പറയണം. അച്ഛൻ ചാണ്ടി ഉമ്മനോടാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചാണ്ടി ഉമ്മനോടാണ് ഇത് പറയുന്നത്. ചാണ്ടി ഉമ്മൻ അച്ഛൻ വേണമെങ്കിൽ തെറ്റ് ചെയ്തവരോട് ക്ഷമിച്ചിട്ടുണ്ടാവാം, ഓക്കെ. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാറ് എന്നുള്ളത് മരണത്തിലൂടെ തെളിയിച്ച ഒരു മനുഷ്യനാണ്. പിന്നെ ചാണ്ടി സാറ് സുഖമില്ലാണ്ട് ഇരുന്നപ്പോൾ ചാണ്ടി സാറിനെ നോക്കുന്നില്ല. ഭാര്യയും ചാണ്ടി ഉമ്മനും വേറൊരു സഭയിൽ പോയി ചേർന്നത് കൊണ്ട് എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ചാണ്ടി സാറിൻ്റെ അനിയൻ അതിന് കുറേ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. പിന്നെ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഒരു ഇതിന് വേണ്ടി അത് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ ഈ ചാണ്ടി ഉമ്മൻ എങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ അസുഖം നോക്കാൻ കൊണ്ടുപോകാത്തതിൽ എന്തൊക്കെയോ ചെറിയ ഒരു ഇതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ ഒരു അച്ഛനോട് സ്നേഹമുള്ള ഒരു മക്കളും അച്ഛനെ ഇത്രയും പീഡനക്കേസിലും ഈ അഴിമതിക്കേസിലും മുക്കി കുളിപ്പിച്ച ഒരു സർക്കാരിലെ മുഖ്യമന്ത്രിയോട് ഇത്രയും ആദരവ് കാണിക്കണമെങ്കിൽ ചാണ്ടി ഉമ്മ നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അന്ന് കളിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
മനസ്സിലാവുണ്ടോ? അപ്പം നിങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എത്ര ശത്രുവാണെങ്കിലും നിങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് നാണം കെടുത്താൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെയൊക്കെ മക്കൾ ജനിച്ചിട്ട് കോൺഗ്രസിൻ്റെ പേരും പറഞ്ഞ് അവരുടെ അപ്പന്മാരുടെ പേര് പറഞ്ഞ് നിങ്ങളൊക്കെ എന്തിനാ ജീവിക്കുന്നത്? കഷ്ടമായി പോയി ചാണ്ടി ഉമ്മ, ഞാൻ നിന്നെ ഇങ്ങനെയല്ല കരുതിയത്. മനസ്സിലായോ? അപ്പോൾ ചാണ്ടി ഉമ്മനോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണ് എന്നുള്ളൊരു നിലയ്ക്കാണ് ഉമ്മൻചാണ്ടി സാറ് മരിച്ചിട്ട് പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ ജയിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ജനങ്ങളോട് നീ ചെയ്യും എന്നുള്ളതിലാണ് നിന്നെ ജയിപ്പിച്ച് വിട്ടത്. ഇതിലും ഭേദം താൻ എന്താ പറയുക, ഇത്രയും ചീപ്പായ ചാണ്ടി ഉമ്മനെയാണോ ഞാൻ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചത് ജയിക്കണേന്ന്? കഷ്ടമായിപ്പോയി ചാണ്ടി ഉമ്മ. നീ ആ പ്രസ്ഥാനത്തിനെയാണ് നാണം കെടുത്തിയത്. AK ആൻ്റണീൻ്റെ മകൻ നാണം കെടുത്തി, അനിൽ ആൻ്റണി. പത്മജ കരുണാകരൻ്റെ മകള് നാണം കെടുത്തി. കരുണാകരനെയും AK ആൻ്റണീനെയൊക്കെ ഉമ്മൻചാണ്ടി സാറിനെയെല്ലാം ജനങ്ങൾ ഒരുപാട് നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന നേതാക്കന്മാരാണ് അവരൊക്കെ നിങ്ങളെപ്പോലെയുള്ള മക്കൾ ജനിച്ചിട്ട് അവരെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങനെ കുറേ മക്കൾ ജനിച്ചിട്ടുണ്ടല്ലോ. കഷ്ടമുണ്ട്, കഷ്ടം. വെറുതെയല്ല BJPക്കാർ പറയുന്നത് കോൺഗ്രസ്സുകാരൊക്കെ BJPയിലേക്ക് വരുമെന്ന്. അപ്പം നിങ്ങൾ തമ്മിൽ എന്ത് ഇടപാടാണ്? ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയും ഈ ചാണ്ടി ഉമ്മനും എന്തേ ചാണ്ടി ഉമ്മൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ്റെ അമ്മ അറിഞ്ഞില്ലേ ഇതൊന്നും? AK ആൻ്റണീൻ്റെ മകൻ ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരിക്കലും ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ എന്തുകൊണ്ട് മകൻ പിണറായിനെ തലയിൽ തെരുക്കുമാടി ഏറ്റിയിട്ട് നടന്നപ്പോൾ, ഇല്ലെങ്കിൽ സ്തുതിച്ച് പാടിയപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ അമ്മ എവിടെയായിരുന്നു? ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യ എവിടെയായിരുന്നു? ഇല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ 2 പെൺമക്കളുണ്ടല്ലോ, അവരെവിടെയായിരുന്നു? ഉമ്മൻചാണ്ടി സാറിൻ്റെ സഹതാപ വോട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ മകൻ ജയിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ മകൻ്റെ പെരുമ കണ്ടിട്ടൊന്നുമല്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഈ കേരളത്തിന് കോൺഗ്രസിൻ്റെ ഇതിലൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ആരും വോട്ട് ചെയ്തത്. അത് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? പിന്നെ എന്ത് കണ്ടിട്ടാണ്? അച്ഛൻ്റെ പേരും പറഞ്ഞ് ഒരു ജോലിയും ഇല്ലാണ്ട് ഈ പ്രസ്ഥാനവും പറഞ്ഞ് എൻ്റെ കോൺഗ്രസ്സുകാരെ നിങ്ങളൊക്കെ എന്തിനാ ഈ കോൺഗ്രസിൻ്റെ പേര് കളയാൻ വേണ്ടിയുള്ള ഒരു കോൺഗ്രസ്സാണ് പറഞ്ഞ് ഞങ്ങളൊക്കെ നടക്കുന്നത്. കഷ്ടമാണ്, കഷ്ടം. ഞാൻ ഇന്നും ഉമ്മൻചാണ്ടി സാറിൻ്റെ മിനിങ്ങാന്നും കൂടി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ പാട്ട് പാടിയിട്ട് ഞാൻ കരഞ്ഞതേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? ഒടുവിലെ യാത്രയ്ക്കായെന്നും പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി എന്നുള്ള പാട്ട് ഞാൻ പാടിയിട്ട് ഞാൻ കരഞ്ഞതാണ് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചിട്ട്. മനസ്സിലാവുണ്ടോ? ഈ ജനങ്ങൾക്കുള്ള സങ്കടം പോലും ചാണ്ടി ഉമ്മന് ഇല്ലാതായി പോയില്ലേ മകനെ? കഷ്ടം, മോശമായി പോയി. നീ ചെയ്തത് പറഞ്ഞത് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുതുപ്പള്ളിയിലെ ജനങ്ങളോടും കോൺഗ്രസിനോടും മാപ്പ് പറയണം. അതാണ് ശരി. മരിച്ചുപോയ അച്ഛൻ്റെ ആത്മാവിന് ഇത്രയും ജനങ്ങൾ ദൈവത്തിന് തുല്യമായി ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പോയി തൊഴുതുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ എല്ലാവരും ദൈവമായി കാണുന്നതുകൊണ്ടാണ്. ആ മനസ്സ് വേദനിക്കാതിരിക്കണമെങ്കിൽ നീ കോൺഗ്രസിനോടും ജനങ്ങളോടും മാപ്പ് പറയണം. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ ശാന്തകുമാരി, കുവൈറ്റ്. എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്തിട്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.